ആനിവേഴ്സറി കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെയായിരുന്നു. അങ്ങനെ തൃശൂരിൽ നിന്ന് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം പിന്നിട്ട് കുതിരാനം കടന്നുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷനായി പോത്തുണ്ടി ഡാമിനെ തെരഞ്ഞെടുത്തു. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് നിരക്കിൽ ഞങ്ങൾ 4 പേരും ഡാം കാണാൻ മുകളിലേക്ക് കയറി. താഴ്ഭാഗം മുഴുവൻ പാർക്കാണ്. കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് മികച്ചൊരു സ്പേസാണിത്. പക്ഷേ അത്രയും സ്റ്റെപ്പ് കയറി ഡാമിന് മുകളിലെത്തുകയെന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മുടെ ലക്ഷ്യം ഡാം കാണലാണല്ലോ. കിതച്ചും മടുത്തും ഡാമിന് മുകളിലെത്തിയപ്പോൾ അത് മറ്റൊരു ലോകമായിരുന്നു. ഡാമിന് മുകളിലെത്തിയാൽ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും സന്തോഷം കിട്ടുമെങ്കിലും ചൂടൽപ്പം കൂടുതലാണ്. വിനോദയാത്ര സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ ഡാമിന്റെ പരിസരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടത്രേ. ഡാം കണ്ടിറങ്ങി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടൻ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം തേടി. പാലക്കാട് നെല്ലിയാമ്പതിയാണ് ലക്ഷ്യം. അപ്പോഴേക്കും ചെറിയ ചാറ്റിൽ മഴ ഇടവിട്ട് പെയ്തു തുടങ്ങിയിരുന്നു. കാപ്പിത്തോട്ടങ്ങളും മനോഹരമായ കുന്നുകളും കാടും ചുരവും കടന്നൊരു അടിപൊളി ട്രിപ്പായിരുന്നു അത്. കാട്ടാനയുടെ സ്മെൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ആനനെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇതിനിടയ്ക്ക് ഹനുമാൻ, കുരങ്ങ്, മയില് തുടങ്ങിയവയൊക്കെ കണ്ടെങ്കിലും പെട്ടെന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ നെല്ലിയാമ്പതിയിലെത്തി. ഓറഞ്ച് ഫാമിൽ കയറണോ എന്നാലോചിച്ച് കുറച്ചു നേരം നിന്നെങ്കിലും വേണ്ടെന്ന് വെച്ചു. കാലാവസ്ഥ മാറുന്നതിന് മുൻപേ മുകളിലെത്തണം. അങ്ങനെ നെല്ലിയാമ്പതി ടൗണിൽ നിന്നൊരു ചായയും കുടിച്ച് നേരെ സീതാർകുണ്ടിലേക്ക്. ഇതാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റും. പക്ഷെ ഇപ്പോൾ ഇവിടെ കുറേ ഭാഗം കമ്പിവേലി കൊണ്ട് കെട്ടിവെച്ചതിനാൽ കൃത്യമായിട്ട് വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ താഴേക്ക് നോക്കിയാൽ കൊല്ലങ്കോട് ഗ്രാമം മുഴുവനായിട്ടും കാണാം. അടിപൊളി കാലാവസ്ഥയാണ് സീതാർകുണ്ടിലേത്. മൂന്നാറിലെയും ഡിസംബർ മാസത്തെ വയനാട്ടിലെയും കാലാവസ്ഥയ്ക്ക് സമാനമെന്ന് വേണമെങ്കിൽ പറയാം. നടന്നപ്പോൾ മടുപ്പ് തോന്നിയെങ്കിലും മുകളിലെത്തിയ ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. തണുത്ത കാറ്റും കോടയും ഒപ്പം ചെറിയ ചാറ്റൽമഴയും ഒക്കെ ആയപ്പോൾ പിന്നെ എന്ത് പറയാനാണല്ലേ. ഈ ഡിസംബർ മാസം നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ കാട്ടിനുള്ള റിസോർട്ട് എടുക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. നൈറ്റ് കുറെ കൂടെ എൻജോയ് ചെയ്യണമെങ്കിൽ ഫോറസ്റ്റിലുള്ള റിസോർട്ടുകളായിരിക്കും നല്ലത്. പക്ഷെ സ്റ്റേ ചെയ്യണമെന്നൊന്നും തീരുമാനിച്ച് പോകാത്ത ട്രിപ്പായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൗണിൽ വന്നിട്ട് ചെറിയൊരു ലോഡ്ജാണ് എടുത്തത്. എന്തായാലും പാലക്കാട് തന്നെയുള്ള മറ്റൊരു ഡെസ്റ്റിനേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.